Okay, ready ആയോ? Once again, good afternoon all. Ready ആണോ എല്ലാവരും? Afternoon, ma'am. Okay. പതുക്കെയാണല്ലോ എല്ലാവരും വരുന്നേ. Okay, start ചെയ്യാം. വരുന്നവർ വരട്ടെ. നമ്മുടെ സമയം പോകും. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെ പഠിച്ചു? മെഡിക്കൽ ഇൻഷുറൻസിന്റെ എവിടെ വരെ പഠിച്ചു? വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? വായിച്ചു നോക്കി. നമ്മള് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക തരങ്ങളിലുള്ള പല രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് അവിടെ നിർത്തിയിട്ടാണ്. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, ഇതുവരെയാണ് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. ശരിയാണോ? ഓക്കെ, യെസ്. ഇതുവരെയൊക്കെ വായിച്ചു നോക്കിയപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലെ? അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. ഏതൊക്കെ? അതായത് എല്ലാ ഇൻഷുറൻസും ഒരുപോലെയല്ല. എല്ലാ ഇൻഷുറൻസിനും അതിൻ്റെതായ ടേംസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റുകളാണ് ഓരോ ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അതിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് മെഡിക്കൽ എക്സ്പെൻസസ് എന്തൊക്കെ വരുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ആക്സിഡന്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് കവറേജ് കൊടുക്കുക. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ റിക്വയർഡ് ബിൽസ് ഓർ ദ ഹോസ്പിറ്റൽസ് ഡോക്യുമെന്റ്. ഹോസ്പിറ്റലിന്റെ പല ഡോക്യുമെന്റുകളും അല്ലെങ്കിൽ അവരുടെ ആ പേഷ്യന്റിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്ന തുകകളുടെയൊക്കെ ബില്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കവറേജ് കൊടുക്കുന്നു. ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് കവർ പറഞ്ഞു. ബിയോണ്ട് ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ്, there are some extra expenses which are not in the nature of medical. അത് നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ, മെഡിക്കൽ നേച്ചറിൽ അല്ലാത്ത ചില എക്സ്പെൻസുകളും എന്താ പറയാ പേഷ്യൻസിന് വരാറുണ്ട്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കടന്നു, മരുന്നുകൾക്ക് വേണ്ടി, സർജറിക്ക് വേണ്ടി, ICUവിന് വേണ്ടി കൊടുത്തത്, ഇതൊക്കെ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസുകളാണ്. എന്നാൽ മറ്റു തരത്തിലുള്ള നോൺ മെഡിക്കൽ എക്സ്പെൻസും നമുക്ക് വരാറുണ്ട്. അതായത് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ അവിടെ ചിലപ്പോ താമസിക്കേണ്ടതായുള്ള സ്റ്റേയുടെ ബില്ല്, അതായത് അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റൂം എടുക്കുകയോ അങ്ങനെയൊക്കെ ഇതിന് വേണ്ടി വരുന്ന ബില്ലുകൾ പേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പേഷ്യന്റിന് എന്തെങ്കിലും സ്പെഷ്യൽ ഡയറ്റ് ഒക്കെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡയറ്റീഷ്യൻ പറയുന്ന പ്രകാരമുള്ള ഡയറ്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ്, അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസ്, അങ്ങനെ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസ് കൂടി നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ കവറിനോടൊപ്പം നൽകുന്ന രീതിയിലുള്ള കവറേജ് കിട്ടുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. നോൺ മെഡിക്കൽ എക്സ്പെൻസുകളാണ് ഇതിനകത്ത് വരിക. അപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ എത്തിക്കുന്നത്, അപ്പൊ ടു ആൻഡ് ഫ്രം, അതായത് അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസുകൾ വരുന്നുണ്ട്, ഇതൊക്കെ നോൺ മെഡിക്കൽ എക്സ്പെൻസുകളാണ്. അപ്പൊ അത്തരം സ്പെഷ്യൽ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കവറേജ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവറിന്റെ പ്രത്യേകത. ക്രിട്ടിക്കൽ ഇൽനസ് കവർ നമ്മൾ പറഞ്ഞു, ചില സീരിയസ് ആയിട്ടുള്ള, ചില ഗ്രേവ് ആയിട്ടുള്ള ഇൽനസുകൾ അല്ലെങ്കിൽ ഡിസീസസ്, അതിന് കുറച്ച് പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഇതിപ്പോ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാറുന്നതല്ല. ഇപ്പൊ ക്യാൻസർ പോലെയുള്ള രോഗങ്ങള്, അതല്ലാതെ നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ്, അതൊക്കെ എക്സാമ്പിൾ പറഞ്ഞേക്കണമെന്നുള്ളൂ കേട്ടോ. പാരാലിസിസ്, ഇതൊക്കെ എളുപ്പം മാറുന്നതല്ല. ഇത് നീഡ്സ് ടൈം. അപ്പൊ ചിലപ്പോ കുറച്ച് സമയമൊക്കെ എടുക്കും, കുറച്ച് മാസങ്ങൾ എടുക്കാം. അപ്പൊ ആ ഒരു ഡ്യൂറേഷനില് ആ പറയുന്ന എന്താ പറയാ ആൾക്കുണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ, ഇപ്പൊ നമ്മള് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ,
അപ്പൊ ചില ഇൻഷുറൻസിൽ പറയാറുണ്ട് ആ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ചെലവുകളെ കിട്ടുള്ളൂ എന്ന്. പക്ഷെ ഈ ക്രിട്ടിക്കൽ ഇൽനസ് കവറിൽ ഹോസ്പിറ്റലായി കിടക്കുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറി നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാനായിട്ടൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ട് വിടും. വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ മരുന്നുകൾ കഴിക്കുക, ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് നമുക്ക് ചെക്കപ്പും അതുപോലെ ടെസ്റ്റുകളും ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തണമെന്ന് പറയും. അപ്പൊ ആ ചെക്കപ്പിനും ടെസ്റ്റിനും വേണ്ടി വരുമ്പോ അപ്പോഴും കുറച്ച് എക്സ്പെൻസ് അവർക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ സാധാരണക്കാരെ സംബന്ധിച്ച് അത്തരം എക്സ്പെൻസും അവർക്ക് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയത് വരില്ല. അപ്പൊ അതിനൊക്കെ കവറേജ് കൊടുക്കുന്ന ഒരു എന്താ പറയാ പോളിസീസ് അല്ലെങ്കിൽ സ്കീമുകളാണ് ക്രിട്ടിക്കൽ ഇൽനസ് കവറിനകത്ത് പെടുന്നത്. മാത്രമല്ല ആ പറയുന്ന ആ ഒരു പേഷ്യന്റ് രോഗിയായത് മൂലം ആളുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ലോസ് ഓഫ് ഇൻകം അല്ലെ, വരുമാന നഷ്ടം, അതുകൂടി കവർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും ക്രിട്ടിക്കൽ ഇൽനസ് കവറിൽ വരുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ് അല്ലെ, മനസ്സിലായില്ല എല്ലാവർക്കും. ഇപ്പൊ ഒരാള് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അയാളാണ് ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി അയാളായിരുന്നു. ആൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊന്നും ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലി അവിടെ ബാക്കിലുണ്ട്. പക്ഷെ അവർക്ക് വേറെ ആർക്കും അവിടെ ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാരില്ലാഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ അതിന് പറ്റാത്ത ആളുകളായിരിക്കാം. അപ്പൊ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ആ വീട്ടിലുള്ള ആളുകൾക്ക്, ബാക്കിയുള്ളവർക്ക് എന്താ പറയാ, ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്ക് ഫുഡ് കൊടുക്കാനും അവിടെയുള്ളവർക്ക് ഫുഡ്, അതുപോലെ തന്നെ അവരുടെ ഓരോ ഡെയിലി എക്സ്പെൻസ്, ഒരു ദിവസം ഒരാൾക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും നമുക്ക് അറിയാം അല്ലെ, ഏകദേശം ഒരു ആവറേജ് ഒരാളുടെ ഒരു എക്സ്പെൻസ്, ഒരു ദിവസത്തെ എക്സ്പെൻസ് നോർമൽ ആയിട്ടുള്ള രീതിയിൽ അതുപോലെ മീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഈ പറയുന്ന നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആള് എവിടെയാണ്? ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഫാമിലിക്ക് ആ ഒരു വരുമാനത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ആ നഷ്ടങ്ങൾ കൂടി പരിഹരിക്കുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനസ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ ആക്സിഡന്റ് കവർ ആണ്. അടുത്ത ടൈപ്പ് ഓഫ് കവറേജ് കിട്ടുന്നതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ആസ് ദ വേർഡ് ഇൻഡിക്കേറ്റ്സ്, അതിനകത്ത് ആ വേർഡ് പറയുന്നത് പോലെ തന്നെ ദ എക്സ്പെൻസസ് വിച്ച് ഈസ് ലയബിൾ ഓർ ഓൺ അക്കൗണ്ട് ഓഫ് എനി ടൈപ്പ് ഓഫ് ആക്സിഡന്റ്, ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റുകൾക്ക് മാത്രം കവറേജ് കിട്ടുന്ന തരം ഉള്ള പോളിസീസിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആക്സിഡന്റ് ഉണ്ടായാലും മാത്രമേ കിട്ടുള്ളൂ, അതെങ്കിലും മറ്റു രോഗങ്ങൾക്കല്ല. അതിനുവേണ്ടി മാത്രം കവറേജ് കൊടുക്കുന്ന പോളിസീസ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ that amount, the policy coverage will be given as a lump sum amount by assessing the degree of disablement or death. ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസേബിൾമെന്റ് ഉണ്ടായി, അംഗവൈകല്യം ഉണ്ടായി ആക്സിഡന്റിലൂടെ, അപ്പൊ ആ ഡിസേബിൾമെന്റിന്റെ ഡിഗ്രി അസസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ എത്രത്തോളം ഗൗരവമേറിയ ഡിസേബിൾമെന്റ് ആണ് ആ പേഷ്യന്റിന് ഉണ്ടായിരിക്കുന്നത് എന്ന് അസസ് ചെയ്ത് വിലയിരുത്തി, അല്ലെങ്കിൽ മരണമാണെങ്കിൽ അതിന്റെയൊക്കെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യാം, ഒരു ലംസം എമൗണ്ട് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഒറ്റ ക്യാഷ് തുകയായിട്ടായിരിക്കും ഈ പറയുന്ന പോളിസിയിൽ കൊടുക്കുക. പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയിൽ കവർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ആക്സിഡൻസിന് മാത്രമാണ് കൊടുക്കുക. ആൻഡ് ഓൾസോ അത് കൊടുക്കുന്നത് ലംസം എമൗണ്ട് ആയിട്ടാണ്. അത് കൊടുക്കുമ്പോൾ ലംസം എമൗണ്ട് കൊടുക്കുന്നത് വെറുതെ അവിടെ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയല്ല. ഡിഗ്രി ഓഫ് അവർ ഡിസേബിൾമെന്റ്, നമുക്ക് എന്ത് വൈകല്യമാണ് ആ ഒരു ആക്സിഡന്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്നതെന്ന് വിലയിരുത്തിയിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്യും, അസസ് ചെയ്യും. എന്നിട്ട് അല്ലെങ്കിൽ മരണം, ഇതിൽ ഏതാണോ ആ രീതിയിൽ അത് അസസ് ചെയ്ത് അങ്ങനെ നോക്കിയിട്ടായിരിക്കും ആ ഇൻഷുറൻസിന്റെ കവറേജ് കൊടുക്കുക. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പേഴ്സണൽ ആക്സിഡന്റ് കവർ മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ ടോപ്പ് അപ്പ് കവർ ആണ്. ടോപ്പ് അപ്പ് കവർ നമ്മൾ പണ്ടൊക്കെ മൊബൈലൊക്കെ ചാർജ് ചെയ്തിരുന്നത് ഈ ടോപ്പ് അപ്പിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. 10 രൂപയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്യുക, 20 രൂപയ്ക്ക്, 50 രൂപയ്ക്ക്, 100 രൂപയ്ക്ക്, അങ്ങനെയൊക്കെ ടോപ്പ് അപ്പ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്ലാൻ എടുത്തു കഴിയുമ്പോൾ ആ പ്ലാനിൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഇത്ര രൂപയ്ക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതിലേക്ക് അതിന്റെ ഒരു കുറച്ച് പൈസ അവരുടെ സർവീസ് ചാർജ് ആയിട്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിനാണ് നമുക്ക് കോളിംഗ് വരിക. ഓരോ കോൾസ് കഴിയുമ്പോൾ അവരവിടെ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അല്ലെ, ഇനി ബാലൻസ് ഇത്രയാണെന്ന് കോളിംഗ് ചാർജസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയാ മനസ്സിലാക്കി തരികയാണ്, ഇത്രയും കോൾസ് നമ്മൾ വിളിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് ഇത്ര കോൾസ് മാത്രമേ, ഇത്ര രൂപയുടെ കോൾസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കൊരു വാർണിംഗ് തരുന്നതാണ്. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ആരെങ്കിലും വിളിച്ചറിയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് തീർന്നു പോകും. നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അത് തീരുമ്പോഴേക്കും നമ്മൾ അടുത്ത ചാർജ് ചെയ്യും. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുന്നതിനെ
ടോപ്പ് അപ്പ് എന്നാണ് പറയുക. ടോപ്പ് അപ്പ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഒരു പ്ലാൻ ആണ്. ആ പ്ലാനിൽ ഇത്ര ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോൾസ് ആണ്. ഡാറ്റയുടെ ഉപയോഗമാണ് നമുക്ക് കൂടുതലായിട്ട് അവരവിടെ കാണിച്ചു തരാം. 1 GB പെർ ഡേ നമുക്ക് ഉപയോഗിക്കാം, 1.5 GB പെർ ഡേ ഉപയോഗിക്കാം. അപ്പൊ ആ മൊബൈൽ ഡാറ്റ തീരാറാകുമ്പോൾ മാത്രമേ നമുക്ക് വാർണിംഗ്സ് വരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഡെയിലി ഇതുപോലുള്ള ടെക്സ്റ്റ് മെസ്സേജസ് ഒന്നും വരുന്നില്ല. അപ്പൊ കാരണം എന്താ, ആ ഒരു പ്ലാൻ ഉണ്ട് അവിടെ. അൺലിമിറ്റഡ് കോൾസ് ആണ്. ആ ഒരു പ്ലാനിൽ നമുക്ക് ആ മാസത്തില് 28 ദിവസത്തെ 56 ദിവസത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കാം എന്നാണ്. മറ്റേതാണെങ്കിൽ മുന്നറിയിപ്പ് വരും അല്ലെ, നമുക്ക് മെസ്സേജസ് വരും, ഇത്ര രൂപയിൽ ബാലൻസ് ഉള്ളൂ. ഇടയ്ക്ക് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തീർന്നു പോകും, കാരണം ബാക്കി ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ, കോള് കട്ടായി പോകും. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ ചില ഇൻഷുറൻസ് പോളിസി ഉണ്ട്, ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. എല്ലാ ഇൻഷുറൻസ് പോളിസിയും അല്ല, ഇത് ചില അഡ്വാൻസ്ഡ് ആണ്, ചില കുറച്ചുകൂടി മുന്തിയ രീതിയിലുള്ള പോളിസീസ് ആണ്. ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ കവറിനൊപ്പം നമ്മുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ ഒപ്പം തന്നെ there is a chance or there is a facility to extend our coverage. നമുക്ക് ആ ഒരു കവറേജ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം when our existing policy becomes exhausted. നമ്മുടെ നിലവിലുള്ള പോളിസി എക്സോസ്റ്റഡ് ആയി പോകുമ്പോൾ, എന്താ എക്സോസ്റ്റഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോകുക. ആ പോളിസിയുടെ എമൗണ്ട് തീർന്നു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ തീർന്നു പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. തീർന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ നിലവിലുള്ള പോളിസികളോടൊപ്പം നമുക്കൊന്ന് ടോപ്പ് അപ്പ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഇനിയും വരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ പോളിസീസിന്റെ പ്രീമിയം അടച്ചിട്ട് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഓരോ പോളിസി എടുക്കുമ്പോൾ ഒരു സം അഷ്വേർഡ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ആ ഒരു ഇയറിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ഇതിന് കവറേജ് കിട്ടുന്നു എന്ന് പറയും. ചിലത് 50,000 ആണെന്ന് പറയും, ചിലത് 2 ലക്ഷം രൂപ വരെ, ചിലത് 5 ലക്ഷം രൂപ വരെ വീതം വരെ നിങ്ങൾക്ക് കവറേജ് കിട്ടുന്നു. നമുക്കറിയാം ഒരു അസുഖമൊക്കെ വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയ എത്ര എമൗണ്ടാ പെട്ടെന്ന് ബില്ല് വരുമ്പോ എന്ത് ചെയ്യുന്നു, വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ടെസ്റ്റുകളായിട്ടും പല സർജറീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ അതിനൊക്കെ വിധേയമായി കഴിയുമ്പോൾ അതിന്റെ ഓരോ ബില്ലായിട്ട് ഇങ്ങനെ വരും അല്ലെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് മാറും. അപ്പോ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന കവറേജിൽ തരുന്ന എമൗണ്ട് എത്രയാണോ, അവർ സം അഷ്വർ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് വരെ മാക്സിമം ആ ലിമിറ്റ് വരെയുള്ള കവറേജ് ആണ് നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് കിട്ടുക. എന്നാൽ ഈ പറയുന്ന ടോപ്പ് അപ്പ് കവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തേക്കാണ്, ഞാൻ ജനുവരി 1 ഒരു പോളിസി എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോളിസി എടുത്തു, അപ്പൊ കവറേജ് അവർ പറഞ്ഞ ഞാൻ 1 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം വന്ന് ഹോസ്പിറ്റലിൽ പൈസയൊക്കെ ചെലവായി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ എനിക്ക് അതിൽ നിന്ന് കവറേജ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപയുടെ സം അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ, പോളിസി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി 1 ലക്ഷം രൂപ വരെയൊക്കെ അവിടെ ചിലവായി പോയി. അതൊക്കെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തു. ബിക്കോസ് എനിക്ക് ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കവറേജ് ഒക്കെ കിട്ടി തീർന്നു. പക്ഷെ ആ ഒരു ഒറ്റ ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ തന്നെ എന്റെ ആ എമൗണ്ട് എനിക്ക് അവർ സമ്മർഷർ ചെയ്ത എമൗണ്ട് ആ ഒരു ചികിത്സയ്ക്കൊക്കെ വേണ്ടി എടുത്തു തീർന്നു. 1 ലക്ഷവും കംപ്ലീറ്റ് ചെയ്തു. അതാണ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞേക്കണേ. അത് തീർന്നു പോയി. ഇനി എന്താ, ആ വർഷം ഇനി എനിക്ക് രോഗം വരാൻ പാടില്ല എന്ന് വരുന്ന നിർബന്ധമുണ്ടോ? എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ ഇനി ആ വർഷം എനിക്ക് രോഗം ഉണ്ടാവില്ല എന്ന്? ഇല്ല. നമുക്കിപ്പോ ജനുവരിയിൽ ഞാൻ പോളിസി എടുത്തു, ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയി കഴിഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയും അവർ അഷ്യൂർ ചെയ്ത എമൗണ്ട് പോളിസിയുടെ ആ ഒരു കാര്യം തീർന്നുപോയി, എക്സോസ്റ്റഡ് ആയി പോയി അതിന്റെ പോളിസി വാല്യൂ. ഇനി എനിക്ക് അടുത്ത കൊല്ലം രോഗം വരാൻ പാടുള്ളൂ, കാരണം ഒരു കൊല്ലത്തെ കഴിഞ്ഞു. കാരണം ആ ഒരു പറഞ്ഞ അവർ അഷ്യൂർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആ ഒരു കൊല്ലം ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പൊ കുറച്ച് പൈസയാണ് ഉപയോഗിച്ചെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയോട് നിൽക്കുന്നുണ്ടാകും. എന്നാൽ ഇത് ഫുള്ള് തീർന്നുപോയി. ഇനി ആ ഒരു ബാക്കി കിടക്കുന്ന ഒരു ഇയർ കഴിയാൻ ഇനിയും കുറെ ദിവസങ്ങളുണ്ട്. ഇനി എങ്ങാനും എനിക്ക് വീണ്ടും വരെ എന്തെങ്കിലും അസുഖം വന്നാലോ? സോ ദാറ്റ് അങ്ങനെ വരുമ്പോ അപ്പോഴും എനിക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. വരാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് എനിക്ക് വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നിലവിലുള്ള പോളിസിന്റെ ഒപ്പം എക്സ്ട്രാ പ്രീമിയം അടച്ച് ആ എക്സ്ട്രാ എക്സ്പെൻസുകളെ കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ടോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു കവറേജിനകത്തുണ്ട്. അങ്ങനെയുള്ള പോളിസീസും ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് എക്സിസ്റ്റിംഗ് ആണ്. ടോപ്പ് കവർ നൽകുന്ന പോളിസീസ് ആണ്. എക്സ്റ്റൻഷൻ ഓവർ അവർ കറന്റ് ഓർ ഹെൽത്ത് ഓർ ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നമ്മുടെ നിലവിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ പോളിസിന്റെ ഒപ്പം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന പോളിസി, അതിനെയാണ് നമ്മൾ ടോപ്പ് ഹെൽത്ത് കവർ അല്ലെങ്കിൽ ടോപ്പ് കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ നിലവിലുള്ള പോളിസി എക്സോസ്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെലവുകൾ കൂടി ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. അങ്ങനെ ടോപ്പ് ചെയ്താൽ മാത്രമേ തരുള്ളൂ. ടോപ്പ് ചെയ്തില്ലെങ്കിൽ കിട്ടൂല. പിന്നെ ആ വർഷം ഇടയ്ക്ക് വെച്ച് എനിക്ക് രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ടോപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് കിട്ടില്ല. ഹാവ് ടു പേ ദ മണി. ഞാൻ തന്നെ എന്റെ സുഖത്തിനുള്ള മരുന്നുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി പേ ചെയ്യണം. അല്ലാത്ത സമയം അത് തീർന്നു പോയ അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോകാം. കാരണം ആ ഒരു ടൈമിങ്ങിൽ നമ്മളത് ചെയ്തു തീർത്തില്ല എങ്കിൽ അടുത്ത സമയങ്ങളിൽ നമുക്ക് വീണ്ടും എങ്ങനെയെങ്കിലും രോഗങ്ങൾ വരാൻ പാടില്ല എന്ന് ഒരു നിർബന്ധവുമില്ല. ഇന്നത്തെ ലൈഫും അങ്ങനെ തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് മൊമെന്റിലും എന്ന് വരാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കാൻ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അപ്പൊ നമ്മൾ പഠിച്ച കുറച്ച് ഇൻഷുറൻസ് സ്കീമുകളുടെ പേരുകളാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് കവർ. ക്ലിയർ ആണോ ഇവിടെ വരെ? മനസ്സിലായോ? ഇനി സംശയമൊന്നുമില്ലല്ലോ? യെസ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മള് എന്താ പറയാ, ഈ പറയുന്ന പോളിസീസ് ഒത്തിരി വാല്യൂഡ്, സം അഷ്യൂർഡ്, ഭയങ്കര ഹ്യൂജ് എമൗണ്ട്, എന്താ പറയാ ലക്ഷക്കണക്കിന് സം അഷ്യൂർ ചെയ്യുന്ന ഒരുപാട് പോളിസീസ് ഇന്ന് നിലവിലുണ്ട്. പക്ഷെ ഇതെല്ലാം സാധാരണക്കാർക്ക്, കോമൺ മാനിന് അല്ലെങ്കിൽ പുവർ പീപ്പിളിന്, ബിലോ പോവർട്ടി ലെവൽ ആളുകൾക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെയൊക്കെ പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കാം. മാസത്തില് ഇത്ര ഇത് അടച്ചെങ്കിലും ഒരു വർഷത്തിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ തുകയായിട്ട്. അപ്പൊ അങ്ങനെ അത് അടച്ചു തീർത്ത് അല്ലെങ്കിൽ അത്തരം ഈ പറയുന്ന ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമാകാനായിട്ട് സാധാരണക്കാരെ കൊണ്ടൊന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. നമുക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയും എന്താ പറയാ ഇൻഷുറൻസ് ഒക്കെ ചേർന്ന് നിർത്താം. കാരണം അത് നമ്മളുടെ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ, അപകടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ നമ്മളെ പിടികൂടിയാൽ ഒരു പരിധി വരെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തരാനായിട്ട് ഈ ഒരു ഇൻഷുറൻസ് പോളിസി കൊണ്ട് സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില ആളുകൾക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഇന്നും ഇൻഷുറൻസിന്റെ ഭാഗമാകാത്തവരുണ്ടായിരിക്കാം. സോ ഇനി ചിലപ്പോൾ അധികം ഉണ്ടാവില്ല. കാരണം അതിനു വേണ്ടിയിട്ട് അത്തരം പുവർ പീപ്പിളിനെയും BPL ഫാമിലീസിനെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അത്തരം ആളുകളെ, ഇത്തരം എന്താ പറയാ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്ന ആളുകളെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, അവർക്കും എവിടെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽസിൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുൻകൈയെടുത്ത് ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ എണ്ണത്തിന്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, കുറെ എണ്ണത്തിലൊക്കെ നമ്മൾ ഭാഗമായിരിക്കാം. ഓക്കെ, ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞും കേട്ടുമുണ്ട് എന്ന് നിങ്ങളുടെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ആദ്യത്തേത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. SHI എന്നൊന്ന് ബ്രാക്കറ്റിൽ കൂടി ഇട്ടേക്കാം കേട്ടോ, ഷോർട്ട് ഫോം ആയിട്ട്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇനി അപ്പൊ ഇതൊരു സാമൂഹ്യപരമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ ഒരു സ്കീമിന്റെ ഭാഗമാകണമെങ്കിൽ ഈ പറയുന്ന താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ആ കണ്ടീഷൻസിന്റെ ബേസിലാണ് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻസ്? ഒന്നാമത്, either by law or by the conditions of the employment, it is very necessary to participate in this insurance അല്ലെങ്കിൽ in this insurance program. ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമില് പങ്കെടുത്തിരിക്കണം. അത് നിയമപ്രകാരമോ അല്ലെങ്കിൽ തൊഴിലിന്റെ കണ്ടീഷൻസ് വ്യവസ്ഥകൾ പ്രകാരമോ നിർബന്ധമായിട്ടും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളിയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ. മനസ്സിലായി? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അതിന്റെ ബെനഫിഷ്യറി ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ്, ഐദർ ബൈ ലോ നിയമപ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലിന്റെ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു കണ്ടീഷൻസ് പ്രകാരം വ്യവസ്ഥകൾ പ്രകാരം ഇതിനകത്ത് ഒരു അംഗത്വം ഉണ്ടായിരിക്കണം. എന്നാലേ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്ന്. അതായത് അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താണ് എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ്, ഐദർ ബൈ ലോ ഓർ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. എന്താണ് ഐദർ ബൈ ലോ? അതായത് ചില എന്താ പറയാ ജോലികളുണ്ട്, നിയമപ്രകാരം നമുക്ക് അതിനകത്ത് ആ ഒരു ജോലിയിൽ ഏർപ്പെടണമെങ്കിൽ തന്നെ നിയമപ്രകാരം ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്നുണ്ട്. അങ്ങനെയുള്ള ജോലികൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അതായത് ചില ജോലികൾക്ക്, ചില എന്താ പറയാ തൊഴിലുകൾക്ക് നമുക്ക് ആ ഒരു തൊഴിലിലേക്ക് ചേരണമെങ്കിൽ അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാക്കിയാൽ, പക്ഷെ അതിന്റെ ഒരു കണ്ടീഷനാണ്, ഒരു വ്യവസ്ഥയാണ്, യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഈ പറയുന്ന ഇത്തരം രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗം കൂടി ആകണം. എന്നാലും അത്രയും നമ്മൾ തൊഴിൽ തരാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ബിക്കോസ് സം ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് മേ ബി റിസ്കി അല്ലെ. ചില ഇത്തരം തൊഴിലുകളൊക്കെ എങ്ങനെയുള്ളതാ, ഭയങ്കര റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള തൊഴിലുകളുണ്ട്. ഇപ്പൊ ഉദാഹരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ എന്താ പറയാ ഇലക്ട്രിസിറ്റിയുമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാര്, വലിയ വലിയ മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അല്ലെ, അവിടെയൊക്കെ അപകട സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാണ് ഞാനിവിടെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ളത് എന്ന് ഉദ്ദേശിച്ചത്. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ഉറക്കത്തിലല്ലല്ലോ ആരും? അതെ അതെ അതെ, വലിയ വലിയ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, ഇവിടെയൊക്കെ കുറച്ച് അപകട സാധ്യതകൾ കൂടുതലുള്ള എന്താ പറയാ ജോലികളാണ്. അപ്പൊ അതിനകത്ത് ഇറ്റ് ഈസ് മാൻഡറ്ററി, മീൻസ് ഇറ്റ് ഈസ് നെസസറി, ദാറ്റ് മീൻസ് അത് വളരെ അത്യാവശ്യമാണ്. അതിനകത്തേക്ക് ഭാഗമാകണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജോലി നമുക്ക് ചെയ്യാനായിട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളത്. അത് നമ്മൾ തന്നെ എടുക്കണമെന്നില്ല, അവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്, അന്നേരം പറയാം. ഓക്കെ, അപ്പൊ അത് നെസസിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നു അത്തരം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകാനായിട്ട്. ആ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ് പ്രകാരമാണ്. കാരണം അവിടെ ഒരു വ്യവസ്ഥയുണ്ട്, നമുക്ക് ഈ ഒരു ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഷുർഡ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അതൊരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ദ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ഓർ എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഈ പറയുന്ന പോളിസീസ് ഒക്കെ മിക്കവാറും എടുക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ പേരിലായിരിക്കാം. അതും ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, അത്ര കുറച്ച് ആളുകളുടെ ഒക്കെ പേരിൽ ഒരുമിച്ചിട്ടായിരിക്കും. ഇപ്പൊ അത്തരം ജോലികൾ കൈകാര്യം ചെയ്യുന്ന 1, 2, 3 പേരെയൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരുടെ പേരിൽ ഒരു ജോയിന്റ് ലൈഫ് പോളിസിയൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ പേരിലായിരിക്കും, ഒറ്റയ്ക്കായിരിക്കില്ല, ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കില്ല. ബിക്കോസ് ആ ഒരു ജോലിയിൽ എന്തായാലും ഒറ്റയ്ക്കായിരിക്കില്ല, അതിനെ സഹായിക്കുന്നതിനും അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യണം 1, 2, 3 പേരൊക്കെ എന്തായാലും ഉണ്ടാകും. അത്തരം റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഒറ്റയ്ക്കിനേക്കാൾ കൂടുതൽ അവരൊരു ഗ്രൂപ്പ് ആയിരിക്കും. സോ ആ ഒരു ഗ്രൂപ്പിന്റെ പേരിലുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. അത് ചുരുങ്ങിയ ഗ്രൂപ്പാണ് കേട്ടോ, വലിയ വലിയ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സ്കീമില്, പ്രോഗ്രാമില് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ. തീർച്ചയായിട്ടും അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ പ്രീമിയം ആയിട്ട് അടയ്ക്കണമല്ലോ. അത് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. ഇത് ആരും കൊടുക്കണം? ആ ജോലിയിൽ അവരെ എടുത്തിരിക്കുന്ന എംപ്ലോയർ കൊടുക്കണം. എംപ്ലോയി അല്ല കൊടുക്കണ്ടേ, എംപ്ലോയർ ആണ് ആ പറയുന്ന ജോലിക്ക് നമ്മൾ ആരുടെ പേരിലാണോ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, അതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് എംപ്ലോയർ ആണ്. എംപ്ലോയറുടെ ഇൻഷുറൻസ് അല്ല. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ തന്നെയാണ് എടുക്കുന്നത്. ബിക്കോസ് ആ ജോലി അയാൾക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. ആ എംപ്ലോയീസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എംപ്ലോയറുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അയാൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ പണിക്ക് ഒരു സെക്യൂരിറ്റി, സേഫ്റ്റി, അവർക്ക് എന്തെങ്കിലും ആ ഒരു ജോലി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അപകടങ്ങൾ, ചില ഫാക്ടറീസ് ഒക്കെ ജോലി ചെയ്യുമ്പോഴേ അതിന്റെ അവിടുത്തെ ഫ്യൂംസ് ഒക്കെ ഇൻഹെയിൽ ചെയ്ത് പല അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനോ അല്ലെങ്കിൽ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആക്സിഡന്റുകൾ വരുമ്പോൾ അത് നോക്കണം. ആരായിരിക്കും നോക്കട്ടെ? ഒബ്വിയസ്ലി എംപ്ലോയർ ആണ്. കാരണം ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പൊ എംപ്ലോയീസിന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള രോഗങ്ങൾ എന്ന് വെച്ചാൽ അത് അത്തരം രോഗങ്ങൾ ഈ പറയുന്ന ജോലിയുടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അസുഖമാണ് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആളെ നോക്കേണ്ടത് അവിടുത്തെ ആളുടെ എന്താ പറയാ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് വലിയ ഫിനാൻഷ്യൽ നഷ്ടം കൊണ്ടുവരൂലേ? ബിസിനസ്സുകാരൻ എന്തിനു വേണ്ടിയിരിക്കുന്നതാണ്? ബിസിനസ് നടത്തി നല്ല ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ്. അപ്പൊ പിന്നെ ഇത്തരം എന്തെങ്കിലും അപകടമൊക്കെ അവരുടെ ഇതിൽ വന്നു, 2-3 എംപ്ലോയീസിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു, അപ്പൊ ഈ എംപ്ലോയർ അയാളുടെ കാശൊക്കെ എടുത്തിട്ട് കൊടുത്ത് എന്ത് ചെയ്യണം? ഇവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ അത്തരം ലോസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ലോസിലേക്ക് പോകും. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവര് ഒരു പ്രിക്കോഷൻ എന്നതുപോലെ ഇത്തരം ഇൻഷുറൻസുകൾ എംപ്ലോയീസിന്റെ പേരിൽ എടുക്കുന്നു. സോ ദ ഇൻഷുറൻസ് കമ്പനി മേ കോമ്പൻസേറ്റ് ദ എമൗണ്ട്. അങ്ങനെ വരുന്ന ആ ഒരു നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഒരു പരിധി വരെ അതിലേക്ക് അത്തരം നഷ്ട സാധ്യതകളെ നമുക്ക് എന്ത് ചെയ്യാം? ലഘൂകരിക്കാൻ, സിംപ്ലിഫൈ ചെയ്യാൻ, ഇൻഡെംനിഫൈ ചെയ്യാനായിട്ട് ഇത്തരം സ്കീം കൊണ്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകുന്നതിന് വേണ്ടി വരുന്ന 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്.
ഒന്നാമത്തേത് നമ്മൾ എന്താ പറഞ്ഞ ഐദർ ബൈ ലോ അല്ലെങ്കിൽ ബൈ ദ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഇത് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് ആളുകളുടെ എംപ്ലോയീസിന്റെ പേരിലായിരിക്കും എടുത്തിരിക്കുക. അതിനകത്ത് ആ ഗ്രൂപ്പിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാകുള്ളൂ എന്ന് നമുക്കറിയണം. പിന്നെ മാത്രമല്ല എംപ്ലോയർ ആയിരിക്കണം ഇതിന്റെ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത് ഫോർ ദ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻ നടത്തുക. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി what are the benefits or features of the social health insurance scheme? ഈ പറയുന്ന SHI-യുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നേട്ടം എന്ന് പറയുമ്പോ അതായത് എന്തൊക്കെ ഗുണമുണ്ട് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകുന്നത് കൊണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊക്കെ കുറെ പുവർ പീപ്പിൾ അല്ലെങ്കിൽ ഇതുപോലുള്ള എംപ്ലോയീസ് വളരെയധികം റിസ്ക് ജോലികളൊക്കെ ചെയ്യുന്ന ജോലിക്കാർ, അത്രയും നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ റിസ്ക് ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ നമ്മുടെ നെസസിറ്റിയാണ്. നമുക്ക് ചെറിയ വരുമാനമെങ്കിലും വേണമെന്ന് നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. ഒരുപാട് മുതലും നിധിയും ഒക്കെ അല്ലെങ്കിൽ ഒത്തിരി സ്വത്തും വകകളൊക്കെ ഉള്ള ആൾക്കാർ അത്തരം ജോലിയിൽ പോകും. നമുക്ക് അറിയാം അല്ലേ? നമുക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ അത്തരം ജോലികളൊന്നും എടുക്കാൻ പോകില്ല. തീർച്ചയായിട്ടും നിത്യവൃത്തി കഴിയണം അല്ലെ, നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം എന്നുള്ള ആളുകൾ മാത്രം ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ജോലിയിലെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു പോകുന്നത്. അപ്പൊ അവരെ സെക്യൂർ ആക്കണം, സേഫ് ആക്കണം. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും അവർ വളരെയധികം ഇൻകം ഇല്ലാത്ത, അതായത് ഒത്തിരി എന്താ പറയാ വരുമാന മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ ആ കഷ്ടപ്പാടിൽ നിന്ന് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി അതിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇത് ഓഫർ ചെയ്തുകൊണ്ട് ഇത് എങ്ങനെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്? ലോ കോസ്റ്റ്, വളരെ ചെറിയ തുകയ്ക്കാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഗവൺമെന്റ്. അറ്റ് ലോ കോസ്റ്റ്, വളരെ ചെറിയ തുകയാണ് നമുക്ക് അതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. ആൻഡ് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എംപ്ലോയീസിനെ ഉദ്ദേശിച്ച് മാത്രമല്ല BPL ഫാമിലീസിനെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ്, ഇൻഷുറൻസ് ബെനിഫിറ്റ് ഈ പോളിസിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് BPL ഫാമിലീസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാ. അതും മറ്റൊരു നേട്ടമാണ്. ആൻഡ് ഓൾസോ പുവർ പീപ്പിൾസിനും കൂടി ഈ ഒരു പോളിസി ഗ്യാരണ്ടി, കവറേജ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പുവർ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദരിദ്രരായിട്ടുള്ളവര്, BPL ഫാമിലീസിലുണ്ട്, പുവർ പീപ്പിൾസിലുണ്ട്. സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾസോ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഗവൺമെന്റ് ഓഫർ ചെയ്തത് വളരെ ചുരുങ്ങിയ കുറച്ച് പൈസക്ക് തുടങ്ങിയ ഇൻഷുറൻസ് അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുള്ളൂ. കാരണം കുറച്ച് പൈസക്കില്ലേ, നമുക്കറിയാം ഗവൺമെന്റ് രീതിയിൽ എന്ത് ഓഫർ ചെയ്യുമ്പോഴും അവര് ചെറിയ തുകയ്ക്കായിരിക്കും കമ്പയർഡ് ടു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്വകാര്യ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും ഒത്തിരി പൈസ കുറച്ചിട്ടാണ് ഗവൺമെന്റിന്റെ ഏത് ഓഫീസസിലും നമുക്ക് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ചെലവ് വരുന്നുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അത് ഓഫർ ചെയ്തിരിക്കുന്നത് ലോ കോസ്റ്റിലായതുകൊണ്ട് കിട്ടുന്ന സർവീസസ്, ക്വാളിറ്റി സർവീസ് ഒന്നും കിട്ടൂല എന്നൊക്കെ ആയിരിക്കും അവർ പറയുക അല്ലെ. പക്ഷെ അങ്ങനെയല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഓൾസോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഈ പറയുന്ന ഇതിന്റെ ഭാഗമായാൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും അതേസമയം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. ഏതില്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായാല്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കുറെയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു കാലത്തൊക്കെ കുറച്ച് നാളുകൾ മുമ്പ് വരെയൊക്കെ ഭയങ്കര എന്താ പറയാ കുറച്ച് നാളുകൾ മുമ്പ് വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ മര്യാദയ്ക്കുള്ള മെയിൻ്റനൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് എന്താ പറയാ നമ്മള് ഒട്ടും തന്നെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരിടമായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ. പക്ഷെ ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ടെക്നോളജി ഒക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും ആ രീതിയിലൊക്കെയാണ് അല്ലെ. ചില ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ പേടിയുമായിരുന്നു. അവരുടെ റിയാക്ഷൻസ് ഒക്കെ ആ രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരും നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ സറൗണ്ടിങ്സും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇന്ന് അവിടെ ഉണ്ട്. ഇപ്പൊ ടെസ്റ്റുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റുകൾ, ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വല്ല ട്രീറ്റ്മെന്റുകളൊക്കെ വേണം. അന്നൊക്കെ പണ്ടൊക്കെ എന്താണ് പറയാ അതിനുള്ള മെഷീനറീസും എക്യുപ്മെന്റ്സും അവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ തന്നെ എന്തെങ്കിലും വന്നെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് റെഫർ ചെയ്യും. ഇന്നൊരു മെജോറിറ്റി കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഡീൽ ചെയ്യും. അവിടെ കിട്ടാവുന്ന ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമെന്നാണ് ഈ ഒരു പോളിസിയുടെ പ്രത്യേകത, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകത.
ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്? ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്നത് ലോ കോസ്റ്റ്. അപ്പൊ ഗവൺമെന്റും ആ ലോ കോസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ ഷോർട്ട് ആയിട്ട് പഠിച്ചാൽ മതി. ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ അധികം ഒന്നുമില്ല. എന്തെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ മാർക്ക് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി BPL families also can get the benefit of this policy, and also it is guaranteed to poor people, and policy consists the treatment of private and government hospitals. ഈ പോളിസിയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രൈവറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. മെയിൻ പോയിന്റിന്റെ ആ പോയിന്റുകളുടെ മെയിൻ വേർഡുകൾ അണ്ടർലൈൻ ചെയ്താൽ മതി. ഗവൺമെന്റ് അറ്റ് ലോ കോസ്റ്റ്, BPL ഫാമിലീസ്, പുവർ പീപ്പിൾ, ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നമ്മളല്ലേ കേൾക്കാൻ? ഓക്കെ. BPLന്റെ ഫുൾ ഫോം എന്താണെന്നാണോ ചോദിച്ചത്? ആരെങ്കിലും ചോദിച്ചോ? അങ്ങനെ എന്തോ ഞാൻ അവിടെ പറഞ്ഞതുപോലെ ബിലോ പോവർട്ടി ലെവൽ കേട്ടോ. ബിലോ പോവർട്ടി ലെവലാണ് BPL, അറിയാലോ? ഓക്കെ. ഇനി എന്താണ് അടുത്ത? വീണ്ടും മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ്. നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, അല്ലെ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടില്ലെങ്കിലും ESI എന്ന് കേട്ടിട്ടുണ്ടാവും മിക്കവാറും ആൾക്കാർ. പേരിന്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ESI എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടല്ലോ. അതെ, ESI ഉള്ള ഹോസ്പിറ്റൽസിൽ പോകണം, അവിടെയാണ് നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളൂ എന്നൊക്കെ പലരും മെൻഷൻ ചെയ്തോ നമുക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതോ ഒക്കെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കീമാണ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948, ഇൻ ദ ഇയർ 1948. 1948 ഈ ഒരു സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദാറ്റ് മീൻസ് കുറച്ച് നാളുകളൊക്കെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ചും കൂടി കൂടുതൽ എന്താ പറയാ, ഇത്രയും പോപ്പുലാരിറ്റി നേടിയത് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ്. എന്തായിരിക്കും ഇതിന് കാരണം? എന്തുകൊണ്ടാണ് ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളൊക്കെ മിക്കതും പലതൊക്കെ പണ്ടേ തുടങ്ങി നിലവിലുണ്ട്. പക്ഷെ ഇതിന്റെ ബെനഫിറ്റുകളും അല്ലെങ്കിൽ ഇതിന്റെ ബെനഫിഷ്യറിയും ആകാനുള്ള ഒരു സാധ്യതകൾ കൂടുതലും വേണ്ടി വന്നത് എപ്പോഴാണെന്ന് അറിയും? ഈ അടുത്ത കുറച്ച് കാലഘട്ടങ്ങളൊക്കെയാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലുകളൊക്കെ പല മാറ്റങ്ങൾ വന്നപ്പോ നമുക്ക് രോഗങ്ങളുടെ എണ്ണവും രോഗങ്ങളുടെ തരങ്ങളും മാറി, അല്ലെ? അപ്പൊ പെട്ടെന്ന് ഏതൊക്കെയോ രോഗങ്ങൾ നമ്മളെ പിടികൂടുന്നു. നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള ഏതൊക്കെയോ പേരുകളിലൊക്കെ ഓരോ രോഗം നമ്മളെ പിടികൂടുന്നതാണ്. ഇതൊക്കെ ഇത്രയും പോപ്പുലർ ആയത്. അപ്പൊ അപ്പോഴും നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി, എന്തോരം കാശാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് പോപ്പുലർ ആയത്. ഇതിനേക്കാളും കുറെ നാളുകളൊക്കെ മുമ്പ് തുടങ്ങിയത് ഉണ്ടെങ്കിലും ഇത്രയും പോപ്പുലാരിറ്റി നേടിയിരുന്നില്ല. കാരണം അന്നത്തെ ആളുകൾക്ക് ആ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി വന്നില്ല. അത്രയും ഹ്യൂജ് എമൗണ്ട് ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയും ചെലവായിരുന്നില്ല. പക്ഷെ ഇന്ന് ടെക്നോളജി മാറി, അല്ലെ? അവരുപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികളുടെ ഡെവലപ്മെന്റും മാത്രമല്ല ഇന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിന്റെ ഡെവലപ്മെന്റും എല്ലാം കൊണ്ടും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളുടെ ക്വാളിറ്റിയും ഒക്കെ വെച്ചിട്ട് അതനുസരിച്ചിട്ടാണ് അവിടെ നമുക്ക് ബില്ല് വരുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ ബില്ലിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഇത് മാസം കൂടി വരികയാണ്, അല്ലെ? അത് കൂടി വന്നു കഴിഞ്ഞപ്പോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലായപ്പോഴാണ് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരുന്നത്. അതാണ് ESI. അപ്പൊ ഇതുപോലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി തന്നെയാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഇത് ബോത്ത് മെഡിക്കൽ ബെനിഫിറ്റും അതുപോലെ തന്നെ ക്യാഷ് ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകളും കൂടാതെ ക്യാഷ് ബെനിഫിറ്റും ഈ പറയുന്ന പ്രകാരം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അണ്ടർലൈൻ ചെയ്തേക്കട്ടോ, 1948 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മാത്രമല്ല എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഗിവ്സ് ബോത്ത് ക്യാഷ് ബെനിഫിറ്റ് ആൻഡ് ഓൾസോ മെഡിക്കൽ ബെനിഫിറ്റ്. ഇത് രണ്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് അറിയാമോ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കയ്യിലാണ്. ആരുടെയാണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ESIC. ആൻഡ് ഇറ്റ് ഈസ് എ സെമി ഗവൺമെന്റ് ബോഡി. ഇതൊരു അർദ്ധ സർക്കാർ ബോഡിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കോർപ്പറേഷൻ ആണ് നമ്മുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. ആൻഡ് ഈ ബോഡിയുടെ അല്ലെങ്കിൽ ഈ ഒരു സെമി ഗവൺമെന്റ് കോർപ്പറേഷന്റെ എന്താ പറയാ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലുമാണ്.
എന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ചെയർമാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും അതോടൊപ്പം തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലുമാണ്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് provides both the cash and also medical benefits. അതൊരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 1948 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ESIS കട്ടായി പോയായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് പരീക്ഷയിൽ നമുക്ക് എത്ര കേൾക്കാനുണ്ട്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊരു സെമി ഗവൺമെന്റ് ബോഡി ആണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണെന്നും അതുപോലെ തന്നെ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ മാറ്റം വരുത്താൻ നമുക്ക് അധികാരമില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ക്ലിയർ? മനസ്സിലായോ? ESI മനസ്സിലായല്ലോ. ഇനി ESI കൊണ്ട് ഉള്ള എന്തൊക്കെ ഗുണങ്ങളാണെങ്കിൽ നമുക്കുള്ളത് നോക്കാം. ESI എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പറയുന്ന ESI പ്രകാരം ടു അവൈൽ ദ സിക്നെസ് ബെനിഫിറ്റ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നു അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടല്ലേ എന്തും എന്താ പറയാ എന്തിനും ഒരു കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കണ്ടീഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും വ്യവസ്ഥകളുടെ അധീനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സിക്നെസ് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ the worker should have, the employee should have worked for 78 days before the sickness. നമുക്ക് ആ രോഗം വരുന്നതിന് തൊട്ട് മുന്നേ 78 ദിവസത്തിലാണ് ജോലി ചെയ്തിരിക്കണം. അപ്പൊ 78 ദിവസത്തിൽ കുറയാതെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് ഈ രോഗം വരുന്നതെങ്കിൽ അതിന് അയാൾക്ക് ESI പ്രകാരം മെഡിക്കൽ എക്സ്പെൻസുകൾ എന്താണോ മീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സിക്നെസ് ബെനിഫിറ്റ് അവിടുന്ന് ആൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. 78 ദിവസം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം വരെ എങ്കിലും ആള് ആ അസുഖത്തിന് തൊട്ട് മുന്നുള്ള 78 ദിവസം ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം. ഓക്കെ, അപ്പൊ 78 ദിവസം ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഇതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മെറ്റേണിറ്റി ബെനിഫിറ്റും അവൈൽ ചെയ്യണമെങ്കിൽ ആ ഒരു ആള് എന്താണ് 70 days ബിഫോർ ദാറ്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നതിന് തൊട്ട് മുന്നേ ആള് 70 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ബെനിഫിറ്റുകൾ കിട്ടുള്ളൂ. അപ്പൊ സിക്നെസ് ബെനിഫിറ്റിന് 78 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം സിക്നെസിന് മുമ്പ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ആകണമെങ്കിൽ 70 days വർക്ക് ചെയ്തിരിക്കണം എംപ്ലോയി, ആ വുമൺ എംപ്ലോയി വർക്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ESI പ്രകാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And usually these insurance, employee state insurance is offered to, or it is primarily designed for factory workers. In India there are a lot of factories and also there are many workers working in factories. ഒരുപാട് ഫാക്ടറികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ഫാക്ടറികളിലായിട്ട് ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ എംപ്ലോയീസിനെ, അതായത് ഫാക്ടറി എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം രൂപീകരിച്ചിരിക്കുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയാ ഇൻഷുറൻസ് ആണ് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അവർക്കാണ് കൂടുതൽ, അവരെ ഉദ്ദേശിച്ചിട്ടാണ്. ഇനി ഇത് എല്ലാവർക്കും കിട്ടുമോ? ഫാക്ടറി എംപ്ലോയീസിന് എല്ലാവർക്കും കിട്ടുമെന്നാണോ? അല്ല, അവിടെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ പറയുന്ന വർക്കേഴ്സ്, ആ എംപ്ലോയീസ് എന്ന് പറയുന്നത് those who are drawing wages not less than 21,000, അതായത് പെർ മന്ത്, ഒരു മാസത്തില് 21,000 രൂപയിൽ താഴെ മാത്രം കൂലി വാങ്ങിക്കുന്ന മാസത്തിലാണ്, ഒരു മാസത്തില് 21,000 രൂപയിൽ താഴെ കൂലി വാങ്ങിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 21,000 രൂപയ്ക്ക് മുകളിൽ കൂലി വാങ്ങിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 21,000 വരെ പെർ മന്ത് 21,000-നേക്കാൾ കൂടുതലല്ലാത്ത കൂലി വാങ്ങിക്കുന്ന ഏവർക്കും അത്തരം എംപ്ലോയീസിന് ക്യാൻ ബി എ പാർട്ട് ഓഫ് ദിസ് സ്കീം, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകാം. ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സ്കീം. അതിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഏതൊരു ഇൻഷുറൻസ് സ്കീമിലും ടു പാർട്ടിസിപ്പേറ്റ്, അതിനകത്തേക്ക് നമുക്ക് ഭാഗമാകണമെങ്കിൽ വി ഷുഡ് ഹാവ് ടു കോൺട്രിബ്യൂട്ട്. നമുക്കറിയാം, അതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ നടത്തണം. നമ്മൾ കുറച്ച് ചെറിയ തുകയാണെങ്കിലും കൊടുക്കണം. ഇപ്പൊ തൊട്ട് മുകളിൽ നമ്മൾ ആദ്യത്തെ പറഞ്ഞു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, അത് എംപ്ലോയർ ആണ് എംപ്ലോയിയുടെ പേരിൽ കോൺട്രിബ്യൂഷൻ വെക്കണേ. കാരണം എന്ന് വെച്ചാൽ എംപ്ലോയിക്ക് നിത്യവൃത്തിക്ക് പറ്റില്ല. പിന്നെ ഈ ജോലി ചെയ്യുന്നതിന്റെ അതിൽ നിന്ന് പിടിച്ച കോൺട്രിബ്യൂഷൻ ഇൻഷുറൻസിന് കൂടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, എംപ്ലോയറുടെ ആവശ്യമാണ്. കാരണം ആളെ കൊണ്ട് അത് ജോലി ഏൽപ്പിച്ച് അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഫിറ്റും മറ്റു ബെനിഫിറ്റുകളൊക്കെ എംപ്ലോയർക്ക് കിട്ടുന്നത്.
അപ്പൊ അത്രയും റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ഒരു ജോലി ഏറ്റെടുക്കാൻ തയ്യാറായ എംപ്ലോയിയുടെ പേരിൽ ആൾക്കുള്ള കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത് തീർച്ചയായും എംപ്ലോയർ ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ പ്രത്യേകതയില്ല. ഫാക്ടറി വർക്കേഴ്സിന്റെ പേരിലാണ് ഇവർക്ക് കിട്ടുന്ന ഈ ഇൻഷുറൻസ്. എന്നാൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് രണ്ടുപേരും കൊടുക്കണം. ആര് കൊടുക്കണം? എംപ്ലോയർ ആൻഡ് ഓൾസോ ദ എംപ്ലോയി ഷുഡ് ഹാവ് ടു കോൺട്രിബ്യൂട്ട്. തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരേപോലെയാണോ? തീർച്ചയായിട്ടും മെജോറിറ്റി പോർഷൻ കൊടുക്കേണ്ടത് എംപ്ലോയർ ആണ്. ദാറ്റ് ഈസ് 3.25% ഓഫ് ദ വേജസ്. ആ എംപ്ലോയിയുടെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന കൂലി ഇത്ര രൂപ, 1000 രൂപയാണെന്ന് വിചാരിക്കാം. ആ 1000 രൂപയുടെ 3.25%. ഓക്കെ, മന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പൊ 1000 രൂപയുടെ 3.25% എനിക്ക് കിട്ടുന്ന കൂലിയുടെ 3.25% എന്റെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്റെ നിന്ന് അതേ രൂപയുടെ 0.75%, 0.75% ഞാൻ എന്റെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ എന്റെ വേജസ് എത്രയാണോ അതിന്റെ ഭൂരിഭാഗം 3.25% എംപ്ലോയറും അതുപോലെ അതിന്റെ തന്നെ 0.75% ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്ത് ആണ് ആ ഇൻഷുറൻസിലേക്ക് പൈസ അടയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എംപ്ലോയറും എംപ്ലോയിയും ഈ ഒരു കോൺട്രിബ്യൂഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. SHIയിൽ അങ്ങനെയല്ല, എംപ്ലോയർ മാത്രമാണ് അടയ്ക്കുന്നതെന്ന്. ക്ലിയർ ആയോ? മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയണ വേഗം, ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകും. ഇനി വീണ്ടും മറ്റൊരു കണ്ടീഷൻ പറയുകയാണ്. അതായത് നമ്മള് എന്താ പറയാ, ഈ പറയുന്ന 3.25% കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എംപ്ലോയർ കൊടുക്കണം, എംപ്ലോയി കൊടുത്തു. ഇനി മറ്റൊരു കണ്ടീഷൻ കൂടി അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു എംപ്ലോയി ദോസ് ഹു ആർ ഡ്രോയിങ് എ വേജ് ഓഫ് ലെസ് ദാൻ 176 പെർ ഡേ, 176 രൂപയിൽ താഴെയാണ് ഒരു ദിവസത്തെ കൂലി വാങ്ങിക്കുന്നതെങ്കിൽ ആ പറയുന്ന എംപ്ലോയി എന്ത് ചെയ്യണ്ട? കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. ആൾക്ക് ഇൻഷുറൻസ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ബിക്കോസ് ആൾക്കുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു ദിവസം 176 താഴെയാണെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസ് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട. കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതിൽ നിന്ന് അവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയും കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ESI പ്രകാരം കിട്ടുന്ന അഡ്വാൻറ്റേജുകളാണ്. അല്ലെങ്കിൽ ESIയുടെ ഭാഗമായാൽ നമുക്ക് കിട്ടുന്ന സിക്നസ് ബെനിഫിറ്റും മെറ്റേണിറ്റി ബെനിഫിറ്റും പിന്നെ കോൺട്രിബ്യൂഷൻസ് അടയ്ക്കുന്ന കാര്യത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ ഇത്രയും ഭാഗം? മനസ്സിലായില്ലേ? എനി ഡൗട്ട്? യെസ്. ഇനി നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നു, മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. എന്ത് ബെനിഫിറ്റാ കിട്ടുന്നതെന്ന് പറഞ്ഞില്ല അല്ലെ? അതായത് ആ ബെനിഫിറ്റിന് അർഹരാകണമെങ്കിൽ, അതായത് സിക്നസ് ബെനിഫിറ്റിന് അർഹരാകണമെങ്കിൽ എംപ്ലോയി 78 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാകണം എന്ന് പറഞ്ഞല്ലോ. 78 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാവണോ എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ? അപ്പൊ ഞാനിവിടെ ജോലി ചെയ്യാണ്. അപ്പൊ എനിക്ക് ആ ഒരു സിക്നസ് ബെനിഫിറ്റ്, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി എന്ന് വിചാരിക്കാം, ഞാനപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആകും, അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ആ ഒരു ESI പ്രകാരം എനിക്ക് ആ ഒരു ബെനിഫിറ്റ് എനിക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ ഞാനൊരു 78 ദിവസം, ഞാനിവിടെ ചേർത്തിട്ട് 78 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലാതെ വന്നു കയറി പിറ്റേ ദിവസം തന്നെ അസുഖം വന്നിട്ട് എംപ്ലോയർ അല്ല ഈ പറയുന്ന ബെനിഫിറ്റ് എനിക്ക് കിട്ടുമോ ESI പ്രകാരം? തീർച്ചയായും കിട്ടില്ല. അതാണ് ആ ഒരു കണ്ടീഷനാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇനി ആ ഇത്രയും ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അത് എന്ത് രൂപത്തിലാണ് കിട്ടുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. സിക്നസ് ബെനിഫിറ്റ് എങ്ങനെയാ കിട്ടുന്നത്? ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ടാണോ നമുക്ക് നോക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്, എംപ്ലോയി വിൽ ബി ഗിവൺ അറ്റ് എ റേറ്റ് ഓഫ് 70% ഓഫ് their daily wages for a maximum period of 91 days in a year. ഒരു ദിവസത്തില് ഒരു വർഷത്തില് 91 ദിവസം വരെ എന്ത് കിട്ടും? ആ ആളുടെ വേജസിന്റെ 70% അയാൾക്ക് കിട്ടുന്നു. ഓക്കെ, അതായത് ഒരു ആൾക്ക് കിട്ടുന്ന കൂലി എത്രയാണോ, ഒരു ദിവസത്തെ കൂലി എത്രയാണോ അതിന്റെ 70% അയാൾക്ക് എത്ര ദിവസത്തോളം കിട്ടും? ഒരു വർഷത്തിൽ 91 ദിവസം വരെ. 91 ദിവസം വരെ നമുക്ക് അസുഖങ്ങളൊക്കെ വരാം. കാരണം ആ 91 ദിവസത്തെ എന്ത് കിട്ടും? ESI പ്രകാരം നമുക്ക് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടും. 70% കിട്ടും കൂലിയുടെ. എനിക്ക് കിട്ടുന്ന കൂലി ഒരു 100 രൂപയാണെന്ന് വിചാരിക്കാം. ഒരു ദിവസത്തെ കൂലി 100 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ 100ന്റെ 70% 100 എത്രയാണ്? 70 രൂപയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ 91 ദിവസം അടുപ്പിച്ച് 91 ദിവസം ഒന്നല്ല കേട്ടാ. ആ ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും 91 ദിവസം ആയിട്ടുണ്ടെങ്കിൽ ആ 91 ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡായി, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, അപ്പൊ എന്റെ കൂലി എത്രയാണോ അതിന്റെ പെർസെന്റേജ് കിട്ടും. അതെല്ലാം കൂടി കൂട്ടി അവിടെ ഇട്ടിട്ട് ഒരുമിച്ച് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 70% കൂലിയുടെ കിട്ടുന്നു. ESI എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. എംപ്ലോയി YEE ഉണ്ട് കേട്ടോ, എംപ്ലോയർ അല്ല.
എംപ്ലോയി. അപ്പൊ 91 ദിവസം ആൾക്ക് എന്ത് കിട്ടുന്നു? ആ ബെനിഫിറ്റ് കിട്ടുന്നു. എത്ര കിട്ടും? കൂലിയുടെ 70%. ഇനി അടുത്തത് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. ചില അസുഖങ്ങൾക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ട്, കുറച്ചുകൂടി സമയപരിധിയും മാറ്റിയിട്ടുണ്ട്, പെർസെന്റേജ് മാറ്റിയിട്ടുണ്ട്. സാധാരണ സിക്നസ് ആണെങ്കിൽ അങ്ങനെ, സാധാരണ അസുഖങ്ങളൊക്കെ വന്നു പോകുന്നതാണെങ്കിൽ അങ്ങനെ. പക്ഷേ there are some sickness or diseases which must have a prolonged recovery, അല്ലെ? കുറച്ച് കൂടുതൽ സമയം എടുത്ത് റിക്കവർ ചെയ്യേണ്ട ചില അസുഖങ്ങളൊക്കെ വരാറില്ലേ? അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് ട്യൂബർകുലോസിസ്, ലെപ്രോസി, ഫ്രാക്ചർ ആൻഡ് മാലിഗ്നസി ഡിസീസസ് ആണ്. അതായത് മാരക രോഗങ്ങള്, അതുപോലെ ഫ്രാക്ചേഴ്സ്, കയ്യും കാലൊക്കെ കുറെ നാളത്തേക്ക് കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടു അല്ലെങ്കിൽ ഒടിഞ്ഞു പോയിട്ടൊക്കെ അങ്ങനെ. ലെപ്രോസി, കുഷ്ഠരോഗം, അതൊന്നും ഇപ്പൊ അധികം വരുന്ന രോഗങ്ങളല്ല. അതൊക്കെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒന്നും ഇപ്പൊ അധികം വലിയ കേൾവിയൊന്നുമില്ല അധികമൊന്നും, അല്ലെ? പണ്ടൊക്കെ ആയിരുന്നു അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നത്. ട്യൂബർകുലോസിസ് ദാറ്റ് മീൻസ് TB, അല്ലെ? ക്ഷയം, അതും അതെ. ഇതിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ അതിന്റെ മെഡിസിൻസും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസും ഒക്കെ എടുക്കുന്നത് കൊണ്ട് അതൊന്നും അത്ര ഇതായിട്ടുള്ള രോഗങ്ങളൊന്നുമല്ല. പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം രോഗങ്ങളൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ് എംപ്ലോയീസ് എങ്കിൽ അവരുടെ ഈ സമയപരിധി 91 ഡേയ്സ് ഒരു ഇയറിലായിരുന്നു നേരത്തെ പറഞ്ഞത്. സാധാ സിക്നസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ് 2 വർഷത്തോളം ഇവർക്ക് എന്ത് കിട്ടും? 80% ഓഫ് വേജസ്. 2 വർഷത്തോളം ഇവർക്ക് അവരുടെ വേജസിന്റെ 80%. 365 ഒരു ദിവസം എന്ന് പറയുന്നത്, അല്ലെ? സോറി, ഒരു വർഷത്തിലെ ദിവസം എന്ന് പറയുന്നത് 365. അത് 2 വർഷത്തോളം അത്രയും സമയം വരെ അവർക്ക് അവരുടെ വേജസിന്റെ എന്ത് കിട്ടുന്നു? 80% രൂപ കിട്ടുന്നു എന്നുള്ളതാണ് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റിന്റെ പ്രത്യേകത. ഏതില്? ESIയില്. ഓക്കെ. ഇനി അടുത്തത് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. എൻഹാൻസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ, വന്ധ്യകരണമൊക്കെ നടക്കുന്ന സമയത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ദിവസങ്ങളുടെ 7 ദിവസം മെയിൽ ബെനിഫിഷ്യറീസിന് വന്ധ്യകരണമൊക്കെ നടക്കുന്ന സമയത്ത് മെയിൽ ബെനിഫിഷ്യറീസ് ആണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസവും അതുപോലെ ഫീമെയിൽക്കാണെങ്കിൽ 14 ദിവസവും അതിന് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിലാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റില് മെയിൽ ബെനിഫിഷ്യറീസിന് എത്രയാണ്? 7 ഡേയ്സും ഫീമെയിൽ ബെനിഫിഷ്യറീസിന് 14 ദിവസവും എന്ത്? ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആ ഒരു പീരീഡിൽ കിട്ടുന്നു. ഓക്കെ. അടുത്തത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. സ്ത്രീകൾക്ക് വീണ്ടും മെറ്റേണിറ്റി പീരീഡിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫുൾ റേറ്റ് ഓഫ് വേജസ് ആണ്. അവരുടെ കൂലി മുഴുവനായിട്ട് കൊടുക്കും. പ്രഗ്നൻസി പീരീഡിൽ അവർക്ക് ഒരു സമയമുണ്ടല്ലോ, മെറ്റേണിറ്റി ലീവ് ഒക്കെ കിട്ടുന്ന സമയം. ആ സമയത്ത് അത് 180 ദിവസത്തോളമാണ് അവർ പറയുന്നത്. 180 ദിവസം എന്ന് പറയുമ്പോൾ 6 months ആണ്, അല്ലെ? 6 മാസത്തോളം അവർക്ക് ഫുൾ വേജസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് പ്രഗ്നൻസി പീരീഡിൽ. ആൻഡ് മറ്റൊരു കാര്യം കൂടി അവിടെ എടുത്ത് പറയുന്നുണ്ട്, 6 weeks, ഒരു 1.5 മാസം, അല്ലെ? അതായത് 6 weeks എന്നാണ്. അപ്പൊ 1.5 months ആണ് ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTB. എന്താണ് മിസ്കാരേജ്? നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ അത് ഇടയ്ക്ക് വെച്ചിട്ട് പോകുക, അല്ലെ? അബോർട്ട് ചെയ്ത് പോകുക എന്നുള്ളത് അറിയാതെയൊക്കെ അങ്ങനെ വരുന്നതോ അല്ലെങ്കിൽ അപ്പൊ റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വരില്ലേ? അപ്പൊ ആ സമയത്തും. അതുപോലെ MTB എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അത് അതായത് നമ്മള് പ്രസവം നിർത്തൽ, അല്ലെ, അവസാനിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് 1.5 മാസക്കാലം, ദാറ്റ് മീൻസ് 6 weeks ആണ് എന്ത് എടുത്തത്? ഫുൾ വേജസ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് ലീവ് എടുക്കേണ്ടി വരും. അപ്പൊ ഫുൾ വേജസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇനി മറ്റൊന്നാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവസാനിപ്പിക്കുക എന്നർത്ഥം, അല്ലെ? പ്രഗ്നൻസി അവസാനിപ്പിക്കുന്ന ആ ഒരു സമയം. ഓക്കെ. ആൻഡ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. ഇനി എന്താണ്? ടെമ്പററി ഡിസേബിൾമെന്റ് ആണ്. അംഗവൈകല്യം സംഭവിക്കുക എന്നേക്കുമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ടെമ്പററി, താൽക്കാലികമായിട്ട് നമ്മൾ ഡിസേബിൾഡ് ആകുക. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു, കൈക്കോ കാലിലോ വലിയ ഒടിവോ ചെറുതോ അല്ലെങ്കിൽ പൊട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ദിവസമൊക്കെ നമുക്ക് ജോലിക്കൊക്കെ പോകാതിരിക്കുക. ആ ഡിസേബിൾമെന്റ് പീരീഡിൽ മൊത്തം അവരുടെ വേജസിന്റെ 90% അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ESIയിൽ. അവിടെ ഇതെല്ലാം ഉള്ളത്. എല്ലാ ഇൻഷുറൻസിലും ഇല്ലട്ടോ. എല്ലാ ഇൻഷുറൻസും കൂടി കൂട്ടി കുറയ്ക്കേണ്ട. ഇത് ESIയുടെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ. അപ്പൊ ESIയില് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസിനകത്ത് ആ ഇൻഷുറൻസ് സ്കീമിന് മാത്രം കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഡിസേബിൾഡ് ആകുന്ന ആ ഒരു പീരീഡില്. ടെമ്പററി ഡിസേബിൾമെന്റ് ആണ്, പെർമനന്റ് ആയിട്ടുള്ള ഡിസേബിൾമെന്റ് അല്ല. അത്തരം പീരീഡില് 90% ഓഫ് ദ വേജസ് വിൽ ബി പെയ്ഡ് ഇൻ ക്യാഷ്. അതെങ്ങനെ കൊടുക്കും? ക്യാഷ് ആയിട്ട് കൊടുക്കും. കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഇൻകം ഇല്ല, വരുമാനമില്ല. എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കും? ആ ആളെ സപ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ ചിലപ്പോൾ ആ വീട്ടിലുണ്ടായിരിക്കും. അപ്പൊ ഇവര് കുടുംബം കഴിയണ്ടേ? അപ്പൊ അവർക്ക് അത് ക്യാഷ് ആയിട്ട് 90%, ഇപ്പൊ 100 രൂപയാണ് ഒരു ഡെയിലി വേജെങ്കില് 90 രൂപ ആൾക്ക് ക്യാഷ് ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യും.
And the next one is funeral benefits. Funeral, അതായത് നമ്മുടെ സംസ്കാര ചടങ്ങുകളാണ്. ഒരാള് എംപ്ലോയി മരിക്കുകയൊക്കെ ആണെങ്കിൽ ആ വീട്ടിലെ ആളുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്ക് എന്ത് ചെയ്യുന്നു, 15,000 രൂപ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഫ്യൂണറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 15,000 rupees ആണ് അവർ എൽഡസ്റ്റ് മെമ്പർക്ക് ആ ഫാമിലിയിൽ കൊടുത്തിരിക്കുക. അതും ESIയുടെ മറ്റൊരു ബെനിഫിറ്റ് ആണ്. ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെഡിക്കൽ ബെനിഫിറ്റ്. എന്താ ലാസ്റ്റ് മെഡിക്കൽ ബെനിഫിറ്റ്? എന്താ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് എന്തൊക്കെ തരത്തിലുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾ ആൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് വേണ്ടി ചെലവായിട്ടുണ്ടോ, വെദർ ഇറ്റ് ഈസ് ഇൻഡോർ എക്സ്പെൻസസ് ഓർ ഔട്ട്ഡോർ എക്സ്പെൻസസ്. അതായത് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ചെലവുകൾ, ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി വന്ന ചെലവായിരിക്കാം, ഹോസ്പിറ്റലിന്റെ പുറത്ത് ഏതെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെലവായതായിരിക്കാം, ആംബുലൻസ് സർവീസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാകാം. എല്ലാം അത് ആ ബെനിഫിറ്റിനകത്ത് പെടും, മെഡിക്കൽ ബെനിഫിറ്റിനകത്ത്. ഓക്കെ, അതെല്ലാം കവറേജ് കൊടുക്കും ഇതിന് വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഈ പറയുന്ന ESIയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ESI. ESI പ്രകാരം കിട്ടുന്ന പലതരത്തിലുള്ള ബെനിഫിറ്റുകളാണ് നമ്മൾ ഈ കണ്ടത്. മനസ്സിലായല്ലോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വേറെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയ ബെനിഫിറ്റുകൾ. ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒടിവ്, ചതവ്, എല്ല് പൊട്ടൊക്കെ വരൂലേ, എല്ലിന്റെ പൊട്ടില്. മാലിഗ്നസി എന്ന് പറഞ്ഞാൽ മാരക രോഗങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്, മാരകമായ അസുഖങ്ങൾ. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകളിൽ ആകെ 24 ചാപ്റ്റേഴ്സ് ആണ് ആകെ ഉള്ളത്. 13+11. തേർഡ് മൊഡ്യൂളിൽ 13ഉം പ്ലസ് ഫോർത്ത് മൊഡ്യൂളിൽ 11 ചാപ്റ്റേഴ്സുമാണ്. ആൻഡ് എത്ര ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു എന്ന് നോക്കുക. ആൻഡ് ദ റിമൈനിങ് വിൽ ബി ലെഫ്റ്റ് ദർ. ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവും നമുക്ക് എടുക്കാനായിട്ട്. അഞ്ച് ചാപ്റ്റർ ആകെ ഉണ്ടോ എടുക്കാൻ? ഈ ആകെ 5 ചാപ്റ്റർ ഉള്ളോ മൊത്തത്തില്? അത്ര ഉള്ള? സോ ഫാസ്റ്റ് ആണല്ലോ നമ്മൾ. എല്ലാവരുടെയും കൂടി കൂടിയിട്ടാണോ പറയുന്നത് 5 ചാപ്റ്റർ ഉള്ള? ഐ തിങ്ക് ബൈ ദ മിഡിൽ ഓഫ് ദ മന്ത് ഓഫ് ജനുവരി എടുക്കാത്തത് 5 ഉള്ളൂ അല്ലെ? ഐ തിങ്ക് മറ്റേ ജനുവരിയുടെ ഏകദേശം മിഡിൽ പാർട്ട് ആവുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് സംശയമൊന്നുമില്ലല്ലോ. നൗ എന്താണ് ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മരിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെലവാകൂലേ? സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് എന്തെങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും ദിവസത്തില്ല, അന്നത്തെ ദിവസം അന്ന് മരിച്ചു കഴിയുമ്പോ ഇപ്പൊ ഓരോ റിലീജിയൻ അനുസരിച്ച് അവരുടേതായ ചടങ്ങുകൾക്ക് എക്സ്പെൻസ് ഉണ്ടാവില്ലേ? That's all. അതാണ് ഉദ്ദേശിച്ചത്. അതന്നെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി. അല്ലാതെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഓരോ റിലീജിയൻ അനുസരിച്ചിട്ട് ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ 7-40 അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇതെല്ലാം കൂടി അതല്ല ഉദ്ദേശിച്ചത്. ആ ഒരു സംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അത് ആ വീട്ടിലെ എൽഡസ്റ്റ് മെമ്പർക്ക് കൊടുക്കുന്നു. And now let us see, according to ESI Act 1948, how the contribution is calculated. ഈ പറയുന്ന എംപ്ലോയറും എംപ്ലോയിയും കുറച്ച് കാശ് അവര് എന്ത് ചെയ്യണം? എംപ്ലോയി 3.25%, എംപ്ലോയർ 3.25%, എംപ്ലോയി 0.75% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് കൊടുത്തത്? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ.
ESI ആക്ട് പ്രകാരം ഇഫ് ദ INR ഈസ് ₹20,000 എന്താണ് INR ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ്. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് വേണ്ടവര് ഇത് വെച്ചാൽ മതി, വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം. എന്താ അത് ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ INR എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? INR റുപ്പീസ് ഇത്ര എന്ന് വെച്ചാൽ അന്തർദേശീയമായിട്ട് എന്താ പറയാ നമ്മുടെ ഇന്ത്യയുടെ റുപ്പിയുടെ മൂല്യം ആണ് ഉദ്ദേശിച്ചത്. ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൂല്യമാണ്, റേറ്റ് ആണ്. അത് 20,000 രൂപയുള്ള ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. ആളുടെ ESI കോൺട്രിബ്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ എംപ്ലോയർ എത്ര കൊടുക്കണം? 3.25%. സോ 20,000 20,000 into 3.25% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ₹650 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എംപ്ലോയീസ് ആണെങ്കിൽ 20,000ന്റെ 0.75 by 100 ആണ്. പെർസെന്റേജ് 150. രണ്ടും കൂടി ചേർത്ത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ വിൽ ബി എത്ര? 800 രൂപ. അതായത് മൊത്തത്തില് 4%. ഈ 4%-ൽ 3.25% എംപ്ലോയർ കൊടുക്കുന്നു, 0.75% എംപ്ലോയി കൊടുക്കുന്നു. അങ്ങനെ മൊത്തം 4% അങ്ങോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ESIയുടെ ഈ പറയുന്ന ബെനിഫിറ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബെനിഫിറ്റ് അവൈലബിൾ ആക്കാനായിട്ട് പറ്റുള്ളൂ. കാൽക്കുലേഷൻ ഒന്ന് നോക്കിയേക്കാം. ചെയ്തു നോക്കിക്കോ. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ഒന്ന് ചെയ്ത് നോക്കിക്കോ. 5 ആക്ടിവിനി ഏതാ ഉള്ളത് എന്ന് പറയാമോ? പേര് പറയാമോ? അപ്പൊ ഇത്രയും ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി റെസ്റ്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് ഉണ്ടെങ്കിൽ തീരുമാനം ക്ലാസ്സസ് കൂടി അല്ല തീരും. ഓക്കെ, ഏതൊക്കെയാണ് 5 ചാപ്റ്റർ ഉള്ളത്? ആർക്ക് പറയാം? എനിപ്പടി laundry and linen service, housekeeping service, medical equipment, monitoring and improving patient satisfaction, basics of computer. ഓക്കെ, അപ്പൊ അത്രയും ചാപ്റ്റർ. അതിലിപ്പോ ഏതെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോ